ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് സപ്ലൈ നമ്മൾ പഠിച്ചിരുന്നു. സപ്ലൈയോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ പഠിച്ചു, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ പഠിച്ചു. എന്താണ് സപ്ലൈ എന്നുള്ളത് ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ 2 വീഡിയോയിലായിട്ട് പഠിച്ചു. അതിനുശേഷം ടൈം ഓഫ് സപ്ലൈയും 2 വീഡിയോയിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആ സപ്ലൈ എന്ന് പറയുന്ന ഒരു ഏരിയയുടെ അവസാന ഭാഗമാണെന്ന് ചെയ്യുന്നത്, ദാറ്റ് ഈസ് വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ 3 കാര്യങ്ങളാണുള്ളത്: ടൈം, അതുപോലെ തന്നെ പ്ലേസ്, ദെൻ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് നമുക്ക് നോക്കാം. വാല്യൂ ഓഫ് സപ്ലൈ ഇൻ ജനറൽ മീനിങ്, വാല്യൂ ഓഫ് സപ്ലൈ മീൻസ് കൺസിഡറേഷൻ ചാർജ്ഡ് ഫോർ ദ സപ്ലൈ ഫ്രം റെസിപ്പിയൻറ്റ്. അതായത് ഞാൻ ഒരാൾക്ക് ഒരു ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് ഞാൻ വിറ്റ ഗുഡ്സിന് പകരം മേടിക്കുന്ന വാല്യൂ എന്താണോ ആ കൺസിഡറേഷൻ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. സോ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് കൺസിഡറേഷൻ ആണ്. എന്തുകൊണ്ട് അവിടെ കൺസിഡറേഷൻ യൂസ് ചെയ്തു, എന്താണ് കൺസിഡറേഷൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിന്നീട് എക്സാമ്പിൾസ് വരുന്നുണ്ട്, അതിലേക്ക് പറയാം. സോ ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ സെല്ലിംഗ് എ പ്രൊഡക്റ്റ് ഫോർ ₹1000 ടു മിസ്റ്റർ ബി. മിസ്റ്റർ എ 1000 രൂപയുടെ ഒരു ഗുഡ്സ് മിസ്റ്റർ ബിക്ക് വിറ്റു. ഇൻ ദിസ് എക്സാമ്പിൾ വാല്യൂ ഓഫ് സപ്ലൈ വിൽ ബി കൺസിഡറേഷൻ ചാർജ്ഡ്, ദാറ്റ് ഈസ് 1000. ഇവിടെ മിസ്റ്റർ എ മിസ്റ്റർ ബിയുടെ അടുത്ത് എത്ര രൂപക്കാണ് അത് വിറ്റത്? 1000 രൂപക്കാണ് വിറ്റത്. സോ അവിടെ കൺസിഡറേഷൻ ആയിട്ട് പറഞ്ഞാൽ എത്രയാണ്? ഞാൻ ഇന്ന ഗുഡ്സ് തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചിങ്ങോട്ട് എന്ത് ചെയ്യണം? കൺസിഡറേഷനായിട്ട് 1000 രൂപ തരണം എന്ന് പറയുന്നു. സോ ആ 1000 രൂപേനെയാണ്, ആ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനാണ് എന്ത് വിളിക്കുന്നത്? വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ ഇങ്ങനെ കൺസിഡറേഷൻ എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇയാൾ ചിലപ്പോൾ മിസ്റ്റർ ബിയുടെ അടുത്ത് പറയാണ്, ഞാനൊരു ഗുഡ്സ് തരാം, ആ ഗുഡ്സിന് പകരം എനിക്ക് എന്ത് തരണം? പൈസ തരണം എന്ന് പറയാണ്. സോ പൈസ തരണം എന്ന് പറയുമ്പോഴത്തേക്കും മിസ്റ്റർ ബി മിസ്റ്റർ എക്ക് ചിലപ്പോൾ ഒരു 200 രൂപ കൊടുക്കാനുണ്ടാവും. അപ്പം മിസ്റ്റർ എ ആവശ്യപ്പെടുക എനിക്കൊരു 800 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 800 അല്ല, 1000 ആണ്. കാരണം എന്തുകൊണ്ടാണ്? മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് എന്ത് കൊടുക്കാനുണ്ട്? ഒരു 200 അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ചിട്ട് എന്ത് ചെയ്യുക, എനിക്ക് ബാക്കി 800 തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എത്രയായിട്ട് വരും? 1000 ആയിട്ട് വരും. ഓക്കെ, സോ മിസ്റ്റർ എ സെല്ലിങ് എ പ്രൊഡക്റ്റ് ഫോർ ₹1000. ഇവിടെ ഈ കേസിൽ അങ്ങനെ 200 റുപ്പീസിൻ്റെ കേസ് പറയുന്നില്ല. എ 1000 രൂപയുടെ ഗുഡ്സ് വിൽക്കുന്നു, 1000 രൂപ തിരിച്ചു മേടിക്കുന്നു. ഓക്കെ, അതേസമയം മറ്റൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് ഒരു 200 അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഒരു ഗുഡ്സും അതിനുശേഷം ഒരു ഗുഡ്സ് വിൽക്കുകയാണ്. ഓക്കെ, ഗുഡ്സ് വിറ്റ് കഴിയുമ്പോൾ 1000 രൂപയുടെ ഗുഡ്സാണ്, 1000 രൂപ ഇങ്ങോട്ട് മേടിക്കുന്നതിന് പകരം 800 രൂപ ഇങ്ങോട്ട് മേടിക്കുകയാണ്. 800 രൂപ മേടിച്ചാൽ 800 അല്ല വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈ എത്രയായിട്ട് മാറും? 1000 ആയിട്ട് മാറും. കാരണം അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുന്നത് എന്താണ്? അവിടെ ആ 200 രൂപ അങ്ങോട്ട് കൊടുക്കാനുള്ളത് എന്ത് ചെയ്യുന്നു? ഈ ഒരു ട്രാൻസാക്ഷനോട് സെറ്റ് ഓഫ് ചെയ്യാനുണ്ടാവുന്നത്. സോ വാല്യൂ ഓഫ് സപ്ലൈ 1000 ആയിട്ട് വരുന്നു. ഓക്കെ, സോ ഡെഫിനിഷനിലേക്ക് നമുക്ക് നോക്കാം. ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഷാൽ ബി ദ ട്രാൻസാക്ഷൻ വാല്യൂ. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ബോത്ത്, ഓക്കെ, ഗുഡ്സ് വിൽക്കുക അല്ലെങ്കിൽ സർവീസ് ചെയ്യുക അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ ഒരുമിച്ച് കച്ചവടം ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസാക്ഷൻ വാല്യൂ ആണ്. ആ വിനിമയത്തിൽ ഉണ്ടാകുന്ന വാല്യൂ എന്താണോ ആ ട്രാൻസാക്ഷൻ വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. വിച്ച് ഈസ് ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ വാല്യൂ? വിച്ച് ഈസ് പെയ്ഡ് ഓർ പേയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞപ്പോൾ ബി ചിലപ്പോൾ മിസ്റ്റർ എക്ക് 1000 റുപ്പീസ് കൊടുത്തിട്ടുണ്ടാവാം, പേ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പേയബിൾ ആയിരിക്കാം. ആക്ച്വലി പെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേ ചെയ്തു. പേയബിൾ എന്ന് വെച്ചാൽ എന്താണ്? കടം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മിസ്റ്റർ എക്ക് 1000 രൂപ കൊടുക്കുന്നതിന് പകരം 500 രൂപയാണ് കൊടുത്തതെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ 500 അല്ല. അവിടെ കൺസിഡറേഷൻ ആയിട്ട് പറയുന്നത് എത്രയാണ്? 1000 ആണ്. 500 പിന്നെ തരാമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്, ആ ട്രാൻസാക്ഷൻ വാല്യൂ ആണ് എന്ത്? വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. സോ അത് ആക്ച്വലി പെയ്ഡ് ആണെങ്കിലും പേയബിൾ ആണെങ്കിലും അതെന്ത് തന്നെയാണ്? വാല്യൂ ഓഫ് സപ്ലൈ തന്നെയാണ്. ഫോർ ദ സെഡ് സപ്ലൈ ഫോർ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വേർ ദ സപ്ലയർ ആൻഡ് ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ സപ്ലയർ നോട്ട് റിലേറ്റഡ്. ഇവർ തമ്മിൽ എന്താവാൻ പാടില്ല? ഒരു റിലേറ്റഡ് പേഴ്സൺ ആവാൻ പാടില്ല. ആൻഡ് ദ പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ ഫോർ സപ്ലൈ. പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ, അതായത് ആ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനെയാണ് എന്ത് വിളിക്കുന്നത്? വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. സോ അതിൻ്റെ ഡെഫിനിഷൻ്റെ സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 15 സബ്സെക്ഷൻ 1 ആണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ ട്രാൻസാക്ഷൻ വാല്യൂ. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻ വാല്യൂ. ട്രാൻസാക്ഷൻ വാല്യൂ ഇസ് ദ കൺസിഡറേഷൻ ചാർജ്ഡ് ഫ്രം ദ റെസിപ്പിയൻ ഫോർ സപ്ലൈ. എന്താണ് ട്രാൻസാക്ഷൻ വാല്യൂ? റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കൺസിഡറേഷനായിട്ട് ചാർജ് ചെയ്യുന്ന ആ വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് വിളിക്കുന്നത്.
കൺസിഡറേഷൻ ഇൻ റിലേഷൻ ടു ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഇൻക്ലൂഡ്സ്. അപ്പോൾ എന്താണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് എനി പേയ്മെൻറ്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ്. അതായത് മിസ്റ്റർ ബി മിസ്റ്റർ എക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് മെയ്ഡ് ചെയ്തത്, അല്ലെങ്കിൽ ഓർ ടു ബി മെയ്ഡ് അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്നത്, ചിലപ്പോൾ കടം പറഞ്ഞിട്ടുണ്ടാവും. വെദർ ഇൻ മണി ഓർ അതർവൈസ്. ചിലപ്പോൾ ആ 1000 രൂപ പൈസ കൊടുത്തത് 800 രൂപ പൈസയായിട്ടും 200 രൂപ വല്ല ഗോൾഡായിട്ടോ വേറെ എന്തെങ്കിലും തരത്തിലായിരിക്കാം. ഓക്കെ. ഇൻ റെസ്പോൺസ് ടു ഓർ ഫോർ ദ ഇൻഡ്യൂസ്മെന്റ് ഓഫ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വെദർ ബൈ ദ റെസിപ്പിയൻറ്റ് ഓർ ബൈ എനി അതർ പേഴ്സൺ ബട്ട് ഷാൽ നോട്ട് ഇൻക്ലൂഡ് എനി സബ്സിഡി ഗിവൺ. ഓക്കെ. അപ്പോൾ വെദർ ബൈ ദ റെസിപ്പിയൻ ഓർ ബൈ അതർ പേഴ്സൺ. അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി എക്ക് 1000 രൂപ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാം? മണി ഓർ അതർവൈസ്, പൈസയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൊടുക്കാം. ഓക്കെ. മറ്റേതെങ്കിലും തരത്തിൽ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ബില്ല് സെറ്റ് ഓഫ് ചെയ്യണമായിരിക്കും. ബില്ല് സെറ്റ് ഓഫ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബിക്ക് എന്ത് കൊടുക്കാനുണ്ടാവും? ചിലപ്പോൾ ഒരു 500 രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും. സോ 500 രൂപ എന്ത് ചെയ്യുന്നു? പൈസയായിട്ട് കൊടുക്കുന്നു. ബാക്കി 500 എനിക്ക് നീ തരാനുണ്ടല്ലോ, അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാന്ന് പറയുന്നു. സോ അതാണ് മണി ഓർ അതർവൈസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പൈസയായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ സെറ്റ് ഓഫ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ബാർട്ടർ പോലുള്ള സംവിധാനം ഉണ്ടാവും. അതായത് 1000 രൂപ ബി എക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകരം ഒരു 500 രൂപയുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? എക്ക് കൊടുക്കുന്നു. എന്നിട്ട് 500 എന്ത് ചെയ്യുന്നു? ബൈ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. സോ അങ്ങനെയാവാം. പേയ്മെന്റ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഡെഫേർഡ് പേയ്മെന്റ് ആവാം. ഇൻ റെസ്പോൺസ് ടു ഓർ ഫോർ ദ ഇൻഡ്യൂസ്മെന്റ് ഓഫ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ്. അതായത് ഈ ഒരു സപ്ലൈയുമായി ബന്ധപ്പെട്ട് ഇൻ റെസ്പോൺസ് ടു, അതായത് ഈ സപ്ലൈയുടെ റെസ്പോൺസ് ആയിട്ട്, ഓർ ഫോർ ദ ഇൻഡ്യൂസ്മെന്റ് ഓഫ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടാവാം. ഓക്കെ. വെദർ ബൈ ദ റെസിപ്പിയൻറ്റ്. ആ കൺസിഡറേഷൻ കൊടുക്കുന്നത് ബി ആയിരിക്കാം. ആർക്ക്? എക്ക് കൊടുക്കുന്നത് ബി ആയിരിക്കാം. വെദർ ബൈ ദ റെസിപ്പിയൻറ്റ് ഓർ ബൈ എനി അതർ പേഴ്സൺ. അല്ലെങ്കിൽ ചിലപ്പോൾ ബിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നത് ചിലപ്പോൾ ആരായിരിക്കാം? സി ആയിരിക്കാം പൈസ കൊടുക്കുന്നത്. ഓക്കെ. അതെന്തുകൊണ്ടാണ്? സി ബിക്ക് പൈസ കൊടുക്കാനുണ്ട്. ഓക്കെ. സി ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? ബിക്ക് പൈസ കൊടുക്കാനുണ്ട് 1000 രൂപ. ഓക്കെ. അപ്പോൾ ബി സിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്, നീ ആ 1000 രൂപ ആർക്ക് കൊടുത്താൽ മതി? എക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വെദർ ബൈ ദ റെസിപ്പിയൻ, ആ പൈസ കൊടുക്കുന്നത്, കൺസിഡറേഷൻ കൊടുക്കുന്നത് ചിലപ്പോൾ റെസിപ്പിയൻ്റ് ആയിരിക്കാം, ഓർ ബൈ എനി അതർ പേഴ്സൺ, ആരുമായിക്കൊള്ളട്ടെ. അവരാ സെറ്റ് ഓഫ് ചെയ്യുന്ന വാല്യൂ ഓഫ് കൺസിഡറേഷൻ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അതർ പേഴ്സൺ ബട്ട് ഷാൽ നോട്ട് ഇൻക്ലൂഡ് എനി സബ്സിഡി. പക്ഷെ അതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യില്ല? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഷാൽ നോട്ട് ഇൻക്ലൂഡ് സബ്സിഡി ഗിവൺ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അതിൽ എന്ത് ഇൻക്ലൂഡഡ് അല്ല? സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ നൽകുന്ന സബ്സിഡി അതിൽ ഇൻക്ലൂഡഡ് അല്ല ആ വാല്യൂ ഓഫ് സപ്ലൈയിൽ. ഓക്കെ. അപ്പോൾ എന്താണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ നൽകുന്ന സബ്സിഡി ഇൻക്ലൂഡഡ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളെ സംബന്ധിച്ച് സോളാർ പാനലൊക്കെ നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യാറുണ്ട്, ശരിയല്ലേ? അതല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കിട്ടാറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സബ്സിഡി കിട്ടാറുണ്ട്. സോ ആ വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്ത് ഇൻക്ലൂഡഡ് അല്ല? ഈ സബ്സിഡി ഇൻക്ലൂഡഡ് അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 12,000 രൂപയും ഗവൺമെൻറ് സബ്സിഡി 2,000 രൂപയാണെങ്കിൽ, ഓക്കെ, ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 12,000 രൂപയും ആക്ച്വൽ പ്രൈസ് 12,000 റുപ്പീസും ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി 2,000 റുപ്പീസ് ആണെങ്കിൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? 10,000 റുപ്പീസാണ്, 12,000 റുപ്പീസ് അല്ല. ആ ട്രാൻസാക്ഷൻ വാല്യൂവിൽ എന്ത് ഇൻക്ലൂഡഡ് ആവില്ല? ആ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഇൻക്ലൂഡഡ് ആവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് സബ്സിഡിയുടെ മേളിൽ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യില്ല എന്നാണ് അതിൻ്റെ സാരം. ഓക്കെ. സോ ട്രാൻസാക്ഷൻ വാല്യൂ എന്തായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേബിൾ. എന്താണ് പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേബിൾ? ഇറ്റ് മീൻസ് എ കൺസിഡറേഷൻ പെയ്ഡ് ഓർ ടു ബി പെയ്ഡ് ബൈ ദ സപ്ലയർ ഫോർ ദ സപ്ലൈ. ആക്ച്വലി പേ ചെയ്തതോ അല്ലെങ്കിൽ പേ ചെയ്യാനുള്ളതോ, അതിനാണ് പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേബിൾ എന്ന് പറയുന്നത്. ദെൻ സപ്ലയർ ആൻഡ് ദ റെസിപ്പിയൻ്റ് ഓഫ് ദ സപ്ലൈ ആർ നോട്ട് റിലേറ്റഡ്. പിന്നെ നമ്മളൊരു പോയിന്റ് പറഞ്ഞത്, സപ്ലയറും റെസിപ്പിയൻറ്റും തമ്മിൽ എന്ത് പാടില്ല? റിലേറ്റഡ് പേഴ്സൺ ആവാൻ പാടില്ല. എന്താണ് ആ റിലേറ്റഡ് പേഴ്സൺ? സച്ച് പേഴ്സൺസ് ആർ ഓഫീസേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദർ ബിസിനസ്സസ്. അതായത് എന്താണ് ഈ റിലേറ്റഡ് പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം, ഈ പേഴ്സൺസ് എന്താണ്? എയോ ബിയോ എന്തായിരിക്കാം? ചിലപ്പോൾ ബി ചിലപ്പോൾ എയുടെ തന്നെ ബിസിനസ്സിലെ ഓഫീസറോ ഡയറക്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിലെ ഡയറക്ടറോ, ഇവർ തമ്മിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടർ ബന്ധമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരാരായിട്ട് മാറി? റിലേറ്റഡ് പേഴ്സൺ ആയിട്ട് മാറി. സച്ച് പേഴ്സൺ ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ഇൻ ബിസിനസ്. അല്ലെങ്കിൽ ചിലപ്പോൾ എ ബിയും ചിലപ്പോൾ എന്തായിരിക്കാം? പാർട്ട്നേഴ്സ് ആയിരിക്കാം. ഓക്കെ.
അല്ലെങ്കിൽ എന്താണ് സച്ച് പേഴ്സൺസ് ആർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, അല്ലെങ്കിൽ എന്തായിരിക്കും എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആയിരിക്കാം. ഓക്കെ, സോ സപ്ലയർ ആൻഡ് ദ റെസിപ്പിയന്റ് ഓഫ് ദ സപ്ലൈ ആർ നോട്ട് റിലേറ്റഡ്. അവരെന്താവാൻ പാടില്ല, ഒരു തരത്തിലും റിലേറ്റഡ് പേഴ്സൺ എന്ത് ചെയ്യാൻ പാടില്ല, ആവാനായിട്ട് പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, എനി പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺസ് കൺട്രോൾ ഓർ ഹോൾഡ് 25% ഓർ മോർ ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് വോട്ടിംഗ് സ്റ്റോക്ക് ഓർ ഷെയർ ഓഫ് ബോത്ത് ദം, ദേ ആർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി. ഓക്കെ, അവർ ആ ഒരു ഫാമിലിയിലെ സെയിം മെമ്പർ ആവാനും പാടില്ല. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചു, ആ കമ്പനിയിൽ എനിക്ക് എന്തുണ്ട് 25%-ലധികം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വോട്ടിംഗ് റൈറ്റ്, ഗണ്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് റേറ്റ് അവകാശമുള്ള ഒരു വ്യക്തിയാണ്. സോ ഞാനൊരു എന്താണ്, ഒരു നല്ലൊരു അതിൻ്റെ ഒരു മെയിൻ പാർട്ട്ണറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ എനി പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺസ് കൺട്രോൾ ഓർ ഹോൾഡ്സ് 25% ഓർ മോർ ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് വോട്ടിംഗ് സ്റ്റോക്ക് ഓർ ഷെയർ ഓഫ് ബോത്ത് ഓഫ് ദം. സോ ആ ബിസിനസ്സിൽ നിന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഞാനും ആ ബിസിനസ് തമ്മിൽ എന്താണ് റിലേറ്റഡ് പേഴ്സണാണ്. കാരണം 25%-ലധികം വോട്ടിംഗ് ഷെയർ അവിടെ എനിക്കുണ്ട്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പോയിന്റ്സ് വെച്ചിട്ട്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇതാണ് എന്ത് റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സച്ച് പേഴ്സൺസ് ആർ ഓഫീസേഴ്സ് ഓർ ഡയറക്ടർ ഓഫ് വൺ അനദർ ബിസിനസ്സസ്, ദെൻ സച്ച് പേഴ്സൺസ് ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ആവുക, സച്ച് പേഴ്സൺസ് ആർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആവുക, ഇതൊക്കെ എന്താണ് റിലേറ്റഡ് പേഴ്സൺസ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞത്, ഈ പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺസ് ഓർ കൺട്രോൾ 25% ഓഫ് ഷെയർ ഓർ മോർ, ദേ ആർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. സോ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഈ സെല്ലറും ബയ്യറും തമ്മിൽ പാടില്ല. ഓക്കെ, സെല്ലറും ബയ്യറും തമ്മിൽ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ നടക്കുന്ന വാല്യൂവിനെ ശരിക്കും യഥാർത്ഥ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. കാരണം അവിടെ ചിലപ്പോൾ വാല്യൂ കുറച്ച് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് GSTയുടെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു നിയമം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ കണ്ടീഷൻസ് ടു ഡിറ്റർമൈൻ വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, സപ്ലയർ ആൻഡ് റെസിപ്പിയന്റ് ഓഫ് ദ സപ്ലൈ ആർ നോട്ട് റിലേറ്റഡ്. സപ്ലയറും റെസിപ്പിയന്റ് എന്താവാൻ പാടില്ല, ഷുഡ് നോട്ട് ബി റിലേറ്റഡ് ആവാൻ പാടില്ല. സപ്ലയർ ആൻഡ് റെസിപ്പിയന്റ് ഷുഡ് നോട്ട് ബി റിലേറ്റഡ് പാർട്ടി. കണ്ടീഷൻ 2, പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ. പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, സോൾ കൺസിഡറേഷൻ ആണ്. അതായത് മൊത്തം എത്രയാണോ ചാർജ് ചെയ്യുന്നത് ആ ഹോൾ കൺസിഡറേഷനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രൈസ് എന്ന് വിളിക്കുന്നത്, അഥവാ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. It means if the price charged which is equivalent to open market value or fair market value, then the same will be sole consideration. അത് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കണം, നമ്മളുടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂവിനും അതുപോലെ തന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂവിനും ഇക്വലൻ്റ് ആയിരിക്കണം, ഏകദേശം ഇക്വലൻ്റ് ആയിരിക്കണം എന്ത് അവിടെ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഇഫ് വൺ ഓർ ബോത്ത് കണ്ടീഷൻസ് ആർ നോട്ട് മെറ്റ്, the value of supply will be the amount actually paid. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇഫ് ദ വൺ ഓർ ബോത്ത് കണ്ടീഷൻസ് ആർ നോട്ട് മെറ്റ്, അതായത് രണ്ട് കണ്ടീഷനും മെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് കണ്ടീഷൻ 1ഉം കണ്ടീഷൻ 2ഉം മെറ്റ് ചെയ്തില്ലെങ്കിൽ, വൺ ഓർ ബോത്ത് കണ്ടീഷൻസ് ആർ നോട്ട് മെറ്റ്, ദ വാല്യൂ ഓഫ് സപ്ലൈ വിൽ ബി ദ എമൗണ്ട് ആക്ച്വലി പെയ്ഡ്. ആക്ച്വലി പേ ചെയ്ത എമൗണ്ട് ആയിട്ട് മാറുന്നത് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ അടുത്തത് ഇൻക്ലൂഷൻ ഇൻ വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഇൻ വാല്യൂ ഓഫ് സപ്ലൈയും അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ ഇൻ വാല്യൂ ഓഫ് സപ്ലൈ ആണ് നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, സോ കറൻറ്റ്ലി GST വിൽ ബി ചാർജ് ഓൺ ദ ട്രാൻസാക്ഷൻ വാല്യൂ. ട്രാൻസാക്ഷൻ വാല്യൂ മേലാണ് GST ചാർജ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞത്. അതായത് എന്താണോ ട്രാൻസാക്ഷൻ വാല്യൂ അതാണ് കൺസിഡറേഷൻ. ഓക്കെ, അത് തന്നെയാണ് എന്ത് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് സപ്ലൈ ഈസ് ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ ഫോർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബിറ്റ്വീൻ അൺറിലേറ്റഡ് പാർട്ടീസ്, ദാറ്റ് ഈസ് പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ പ്രൈസ് എന്താണ്, ആ സോൾ കൺസിഡറേഷൻ, എത്ര രൂപയാണോ ചാർജ് ചെയ്യപ്പെടുന്നത് അവർ തമ്മിൽ അൺറിലേറ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള വ്യക്തിക്ക് ചാർജ് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ അതിനാണ് എന്ത് വിളിക്കുന്നത്, ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. അത് മേലാണ് എന്ത് ചെയ്യുന്നത്, വാല്യൂ ഓഫ് സപ്ലൈ വരുന്നത്. അതാണ് വാല്യൂ ഓഫ് സപ്ലൈ. ആ വാല്യൂ ഓഫ് സപ്ലൈ മേലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. അതായത് 18% ആണെങ്കിൽ 18%, 12 ആണെങ്കിൽ 12, 28 ആണെങ്കിൽ 28, 5 ആണെങ്കിൽ 5% ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ദ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST ഷാൽ ഇൻക്ലൂഡ്. ഈ വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ് ആൻഡ് ചാർജസ് ലെവീഡ് അണ്ടർ എനി ആക്ട് എക്സെപ്റ്റ് GST. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എക്സെപ്റ്റ് GST കോമ്പൻസേഷൻ സെസ് വിൽ ബി എക്സ്ക്ലൂഡഡ് ഇഫ് ചാർജഡ് സെപ്പറേറ്റ്ലി ബൈ ദ സപ്ലയർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണ്. ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000 രൂപയാണെന്ന് വിചാരിച്ചോ. 10,000 റുപ്പീസിനാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. ഉറപ്പായിട്ടും ആ പ്രൊഡക്റ്റ് മേൽ അണ്ടർ എനി ആക്ട്, GST അല്ലാതെ വേറെ ഏതെങ്കിലും ആക്ട് പ്രകാരമുള്ള ടാക്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മൊബൈൽ ഫോൺ മേടിക്കാം.
ഈ മൊബൈൽ ഫോൺ വരുന്നത് ജപ്പാനിൽ നിന്നാണ് വരുന്നത്. സോ ജപ്പാനിൽ നിന്ന് ഒരു ഇമ്പോർട്ടർ നമ്മുടെ കേരളത്തിലെ ഒരു ഇമ്പോർട്ടർ എന്ത് ചെയ്യുന്നു, അത് പൈസ കൊടുത്ത് മേടിക്കുന്നു. അയാൾ ചിലപ്പോൾ 8,000 അല്ലെങ്കിൽ 6,000 റുപ്പീസിനായിരിക്കും ചിലപ്പോൾ അത് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത സമയത്ത് അവരെന്ത് ടാക്സ് അടയ്ക്കേണ്ടി വരും? GST അടയ്ക്കേണ്ടി വരും. നമുക്കറിയാം GST കൂടാതെ എന്തുകൂടി അടയ്ക്കേണ്ടി വരും? GST കൂടാതെ അവരടയ്ക്കേണ്ട പ്രൈസ് എന്ന് പറയുന്നത് എനി ടാക്സസ് അണ്ടർ എനി ആക്ട്, അതായത് അവരെന്തടയ്ക്കേണ്ടി വരും? നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി പോലുള്ള ചില ഡ്യൂട്ടീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ഇപ്പോഴും ഉണ്ട്. ഈ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ കസ്റ്റമർ, ആ സെല്ലർ, അപ്പോൾ ആ ഇമ്പോർട്ട് ചെയ്ത വ്യക്തി 6,000 രൂപക്കോ 7,000 രൂപക്കോ കിട്ടിയ പ്രൈസും പ്രോഫിറ്റ് പ്ലസ് എന്തുകൂടി എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇദ്ദേഹം അടച്ച ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ 10,000 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ഓക്കെ, സോ ആ ടാക്സ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ്, അങ്ങനെ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഡ്യൂട്ടി, സെസ്, ഫീസ്, ടാക്സസ്, എനി ചാർജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ഈ വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ആ സെല്ലർക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ സെല്ലറെ സംബന്ധിച്ച് ആക്ച്വലി വന്ന പ്രൈസ് ഒരു 8,000 രൂപയാണ് എന്ത് ചെയ്തത്, ഇമ്പോർട്ട് ചെയ്തപ്പോൾ വന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തപ്പോൾ വന്ന പ്രൈസ് എന്ന് പറയുന്നത് 8,000 റുപ്പീസാണ്. പ്ലസ് എന്ത് വന്നു, ഒരു 2,000 രൂപ എന്ത് വന്നു, മറ്റേ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ സെസ്, ഫീസ്, ചാർജ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 2,000 രൂപ കൂടി വന്നു. ഓക്കെ, അപ്പോൾ 2,000 രൂപ കൂടി വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ എത്രയായിട്ട് മാറി? 8,000 പ്ലസ് 2,000 ആയി. ഓക്കെ, അപ്പോൾ പിന്നെ ഈ വന്നിരിക്കുന്നത് എന്താണ്, മറ്റുള്ള ടാക്സ് ആണ്. പ്ലസ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, 1,000 രൂപ ഇമ്പോർട്ട് ചെയ്തപ്പോൾ എന്തായിട്ട് അടച്ചിട്ടുണ്ട്, IGST ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് മൊത്തം വന്ന ചിലവ് എത്രയാണ്? 8,000 പ്ലസ് 2,000 പ്ലസ് 1,000, ദാറ്റ് ഈസ് 11,000 റുപ്പീസാണ് ഈ ഇമ്പോർട്ട് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് വന്ന ചിലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഈ 11,000ൻ്റെ പ്രൊഡക്റ്റ് മറ്റൊരാളിലേക്ക് എനിക്ക് മറിച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ വിൽക്കാൻ നോക്കാം. ഓക്കെ, ഈ 10,000 രൂപ ഞാൻ മാറ്റിയിട്ടോ. ഓക്കെ, 11,000 രൂപക്ക് അയാൾക്ക് കിട്ടിയതാണ്. സോ ഈ 11,000ൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് അദ്ദേഹം വിൽക്കണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കും? അദ്ദേഹം എൻ്റെ അടുത്ത് ഇടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 8,000 പ്ലസ് എത്രയും കൂടി ആഡ് ചെയ്യും, 2,000 ആഡ് ചെയ്യും. 8,000 പ്ലസ് 2,000 എത്രയാണ്? 10,000 റുപ്പീസ്. 10,000 രൂപ പ്ലസ് എന്തുകൂടി ആഡ് ചെയ്യും? ഓക്കെ, 10,000 റുപ്പീസ് പ്ലസ് അദ്ദേഹം ഒരു ആഡ് ചെയ്യാണ്, ഒരു 5,000 റുപ്പീസ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് 15,000 റുപ്പീസിനാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ആ 15,000-ൽ അദ്ദേഹം എന്താ ആഡ് ചെയ്തിട്ടില്ല? ഈ GST മാത്രം ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് 8,000 രൂപ ഇമ്പോർട്ട് ചെയ്തപ്പോൾ വന്ന പ്രൈസ് പ്ലസ് മറ്റുള്ള ഡ്യൂട്ടീസ് 2,000, അങ്ങനെ 10,000 രൂപ വന്നു. പ്ലസ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് 5,000 അടക്കം 15,000 രൂപ എനിക്ക് വിൽക്കാം. ഒരിക്കലും അത് 16,000-ന്, ദാറ്റ് ഈസ് 1,000 രൂപ ഞാൻ GST അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ആഡ് ചെയ്താലുള്ള കുഴപ്പം എന്താണ്? ടാക്സ് ഓൺ ടാക്സ് വരും. ടാക്സ് കാസ്കേഡിങ്ങും ടാക്സ് പിരമിഡിങ്ങും നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ടാക്സ് കാസ്കേഡിങ്ങും പിരമിഡിങ്ങും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ മാത്രം ഒഴിവാക്കിയിട്ട് GSTയുടെ എമൗണ്ട് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആഡ് ചെയ്യുന്നു. സോ 15,000 രൂപക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് മേടിക്കുന്നു. സോ ഹിയർ ഈസ് ദ വാല്യൂ ഓഫ് സപ്ലൈ ഈസ് 15,000. വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണ്? 15,000. അതിൽ എന്ത് ഇൻക്ലൂഡഡ് അല്ല? GST ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, എന്തുകൊണ്ട് ഇൻക്ലൂഡ് ആക്കാത്തത്? ടാക്സ് ഓൺ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ GST കോമ്പൻസേഷൻ സെസ് വിൽ ബി എക്സ്ക്ലൂഡഡ് ഇഫ് ചാർജഡ് സെപ്പറേറ്റ്ലി ബൈ ദ സപ്ലയർ. അപ്പോൾ GST കോമ്പൻസേഷൻ സെസ്സും എന്താണ്, ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, അത് എക്സ്ക്ലൂഡഡ് ആണ്. സോ എനി എമൗണ്ട് ദാറ്റ് ദ സപ്ലയർ ഈസ് ലയബിൾ ടു പേ വിച്ച് ഹാസ് ബീൻ ഇൻകോർഡ് ബൈ ദ റെസിപ്പിയൻ ആൻഡ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈസ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, the value will include all incidental expenses in relation to sales such as packing, commission, etc. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? സെയിൽ, പാക്കിംഗ് എക്സ്പെൻസ്, കമ്മീഷൻ, ഇങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 8,000 റുപ്പീസ് പ്ലസ് 2,000 എന്ത് ചെയ്തു, ടാക്സ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ് ഇതൊക്കെ ആഡ് ചെയ്തു. ഇനി ഇദ്ദേഹം എന്ത് ചെയ്തു, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് 10,000 രൂപയായിട്ടുണ്ട്. 8,000 പ്ലസ് 2,000 10,000 ആയിട്ടുണ്ട്. ഇദ്ദേഹം ഈ പ്രോഫിറ്റ് എലമെൻ്റായിട്ട് 5,000 ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 3,000 ആയിരിക്കാം. ചിലപ്പോൾ ബാക്കി 2,000 എന്ന് അദ്ദേഹം ആഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കാം പാക്കിങ്, കമ്മീഷൻ, മറ്റുള്ള എക്സ്പെൻസുകളൊക്കെ കയ്യിൽ നിന്ന് വന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, സോ അതുകൂടി ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. എന്ത് മാത്രം ആഡ് ചെയ്യാൻ പാടില്ല?
നമ്മളെ സംബന്ധിച്ച് GST മാത്രം ആഡ് ചെയ്യാനായിട്ട് പാടില്ല, വാല്യൂ സപ്ലൈയിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. സോ സബ്സിഡി ലിങ്ക്ഡ് ടു സപ്ലൈ എക്സെപ്റ്റ് ഗവൺമെന്റ് സബ്സിഡി വിൽ ബി ഇൻക്ലൂഡഡ്. ഓക്കെ, സബ്സിഡീസ് ലിങ്ക്ഡ് ടു സപ്ലൈ, സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള സബ്സിഡീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന വേറെ ഏതെങ്കിലും സബ്സിഡീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പക്ഷേ ഗവൺമെന്റ് സബ്സിഡി എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. എക്സെപ്റ്റ് ഗവൺമെന്റ് സബ്സിഡി വിൽ ബി ഇൻക്ലൂഡഡ്. ഓക്കെ, ഗവൺമെന്റ് സബ്സിഡി മാത്രം എന്ത് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യില്ല വാല്യൂ സപ്ലൈയിൽ. നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഫോർ ഡിലേഡ് പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ വിൽ ബി ഇൻക്ലൂഡഡ്. എന്തെങ്കിലും ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ അല്ലെങ്കിൽ ഡിലേഡ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മറ്റുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, GST ആക്ടുമായി ബന്ധപ്പെടാത്ത വേറെ ഏതെങ്കിലും എക്സ്പെൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് സപ്ലൈയിൽ ആഡ് ചെയ്യാം. GST മാത്രം ആഡ് ചെയ്യാൻ പാടില്ല. GSTയോ GSTയുടെ നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന സെസ്സോ ഡ്യൂട്ടീസോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. GSTയുമായി ബന്ധപ്പെടാത്ത വേറെ ഏതെങ്കിലും സെസ്സോ ഡ്യൂട്ടീസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, ഇതിനെയാണ് വിളിക്കുന്നത് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ദെൻ അടുത്തതാണ് എക്സ്ക്ലൂഷൻ ഫ്രം വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആവാത്തത് എന്താണ്? എക്സ്ക്ലൂഷൻ ഫ്രം വാല്യൂ ഓഫ് സപ്ലൈ. ഓക്കെ, ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ത്രൂ ഇൻവോയ്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ത്രൂ ഇൻവോയ്സ്. ഇൻവോയ്സ് വഴിയോ അല്ലെങ്കിൽ ഇൻവോയ്സ് അല്ലാതെയോ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. എന്തൊക്കെയാണ്? ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ ദ സപ്ലൈ ത്രൂ ക്രെഡിറ്റ് നോട്ട് ബട്ട് such discount is established in the terms of an agreement entered into at or before at the time of such supply and specifically linked to the relevant invoices. ഇൻവോയ്സിൽ നമ്മൾ കാണിച്ചിരിക്കണം. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്നുണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, എന്താണ് ഈ ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചറിയാം, നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിയുമ്പോൾ പറയാറുണ്ട് ഫ്ലാറ്റ് 50% ഓഫ് അല്ലെങ്കിൽ 20% ഓഫ് എന്നൊക്കെ പറയുന്ന ഒരു ഓഫ് കിട്ടാറുണ്ട് അല്ലേ. സോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ നമ്മൾ കച്ചവടം നടക്കുന്നതിന് മുമ്പേ തന്നെ ആ 1000 റുപ്പീസാണ് ഒരു പ്രൊഡക്റ്റിനെങ്കിൽ അതിന് എന്താണ് 20% ഓഫ്, 200 രൂപ ഓഫാണ്, 800 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നേടുന്നതാണ്. സോ അവിടെ അവിടെ ആക്ച്വലി വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 1000 അല്ല 800 റുപ്പീസാണ്. ശരിയല്ലേ? ആ 800 റുപ്പീസ് മേലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, GST ചാർജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണ്, 1000 അല്ല 800 റുപ്പീസാണ്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്? ഒരു സെല്ലറ് ഒരു 10,000 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. വിറ്റ് കഴിഞ്ഞിട്ട് പറയാണ് 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് വിചാരിച്ചു, 12,000 റുപ്പീസിന് വിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എനിക്ക് പൈസ, അപ്പോൾ ക്രെഡിറ്റ് ചെയ്തായിരിക്കും, നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ആ 12,000 റുപ്പീസ് തരികയാണെങ്കിൽ എന്ത് ചെയ്യാം, 2,000 റുപ്പീസ് ഡിസ്കൗണ്ട് ചെയ്യാമെന്ന് പറയുന്നു. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. സോ ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 1 മന്ത് പീരീഡ്, ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിട്ട് 1 മന്തിനുള്ളിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ 2,000 റുപ്പീസ് എന്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്ത ഇൻവോയ്സിൽ 12,000 റുപ്പീസ് മേലായിരിക്കും എന്ത് ചാർജ് ചെയ്തിരിക്കുന്നത്, GST ചാർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് കച്ചവടം നടന്ന അന്ന് തന്നെ ഇൻവോയ്സ് ഉണ്ടാക്കണമല്ലോ. ആ ഇൻവോയ്സിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കാം, 12,000 റുപ്പീസ് ആയിരിക്കാം. ആ 12,000 റുപ്പീസിൻ്റെ GST ആയിരിക്കാം ബി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ചാർജ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബി എന്ത് ചെയ്തിട്ടില്ല, എക്ക് പൈസയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് മറ്റെന്താണ് GST എമൗണ്ടോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ ഇദ്ദേഹം പൈസ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. ആര്, ബി എക്ക് പൈസ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ബി എന്ത് ചെയ്താൽ മതി, 10,000 രൂപയും 10,000 രൂപയുടെ മേൽ വരുന്ന GST എമൗണ്ടും കൂടി ആർക്ക് കൊടുത്താൽ മതി, ഇദ്ദേഹത്തിന് കൊടുത്താൽ മതി. ഓക്കെ, എക്ക് കൊടുത്താൽ മതി. സോ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ വാല്യൂ സപ്ലൈ അവിടെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ആ വാല്യൂ സപ്ലൈ കുറയുമ്പോൾ ഡിസ്കൗണ്ടും മേലും ഉള്ള ടാക്സ് എന്ത് ചെയ്യും, അവിടെ കുറയും. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് കൊടുക്കുന്ന ഇൻവോയ്സ്. സോ അതെന്താണ്, വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്തല്ല, ഇൻക്ലൂഡഡ് അല്ല. വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡഡ് അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമേൽ ടാക്സ് പിടിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം 1000 രൂപയുടെ പ്രൊഡക്റ്റിന് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തു, ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ. ഓക്കെ, ടൈം ഓഫ് സപ്ലൈയുടെ സമയത്തിൽ അതിന് മുമ്പേ കൊടുത്ത ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അവിടെ നോർമലി എന്ത് വരില്ല, ടാക്സ് വരില്ല. 1000 രൂപയുടെ പ്രൊഡക്റ്റിന് 200 രൂപ ഡിസ്കൗണ്ട് ചെയ്യുന്നു, ബാക്കി 800 രൂപയിൽ ബില്ലടിക്കുന്നു, 800 ml GST പിടിക്കുന്നു, ടാക്സ് മേടിക്കുന്നു, കളക്ട് ചെയ്യുന്നു, അടയ്ക്കുന്നു, നോ പ്രോബ്ലം. അവിടെ വാല്യൂ സപ്ലൈ 800 റുപ്പീസാണ്. കൺഫ്യൂഷൻ വരുന്ന എവിടെയാണ്, അതിനുശേഷമുള്ള അറ്റ് ടൈം ഓഫ് സപ്ലൈയുടെ സമയത്ത് ഉണ്ടാവുന്ന ഡിസ്കൗണ്ടാണ്, ദാറ്റ് ഈസ് ക്യാഷ് ഡിസ്കൗണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്, 12,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ
12,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 12,000 പ്ലസ് GST ചാർജ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 12,000 പ്ലസ് GST എന്ന് പറയുന്നത് ചാർജ് ചെയ്തുകൊണ്ട് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇൻവോയ്സ് കൊടുത്തു. ബി എന്ത് ചെയ്തു? ഒരു മാസത്തിനുള്ളിൽ ഇവർ തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം ഒരു മാസത്തിനുള്ളിൽ പൈസ കൊടുക്കുമ്പോൾ 10,000 പ്ലസ് GST ആർക്ക് കൊടുത്താൽ മതി? ഇദ്ദേഹത്തിന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇൻവോയ്സിൽ എത്രയാണ് കാണിച്ചിരിക്കുന്നത്? ഇൻവോയ്സിൽ 12,000 പ്ലസ് GST ആണ്. ദാറ്റ് ഈസ് 12,000 രൂപയുടെ GST ആണ്. ദാറ്റ് ഈസ് 2,000 രൂപയും കൂടി GST അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് വരുമ്പോൾ, അതായത് ക്യാഷ് ഡിസ്കൗണ്ട് വരുമ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ എത്രയായിട്ട് മാറും? ആ ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ ആ ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് വാല്യൂ ഓഫ് സപ്ലൈ. അല്ലാതെ 12,000 റുപ്പീസ് മേലുള്ള GST എന്ത് ചെയ്യണ്ട? കളക്ട് ചെയ്യുകയോ അടയ്ക്കുകയോ വേണ്ട. ഓക്കെ, ഇനി അഥവാ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിലോ 12,000 പ്ലസ് GST. ഓക്കെ, അപ്പോൾ എന്താണ്? 12,000 രൂപയുടെ GST എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത് അടയ്ക്കേണ്ടി വരും. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ 2 GSTയും എന്താണ്? എക്സ്ക്ലൂഡഡ് ആണ്. ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ ദ സപ്ലൈ ത്രൂ ക്രെഡിറ്റ് നോട്ട്. ബട്ട് അപ്പോൾ ഇതാണ് ഈ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു ഇതാണ് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. സോ സച്ച് ഡിസ്കൗണ്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ടേംസ് ഓഫ് ആൻ എഗ്രിമെന്റ് എൻറ്റേർഡ് ഇൻ ടു ആറ്റ് ഓർ ബിഫോർ ദ ടൈം ഓഫ് സച്ച് സപ്ലൈ ആൻഡ് സ്പെസിഫിക്കലി ലിങ്കഡ് ടു ദ റെലവൻറ്റ് ഇൻവോയ്സ്. ആ ഇൻവോയ്സിൽ അവരുള്ള എഗ്രിമെന്റിൽ അത് ഉണ്ടാവണം. ഓക്കെ, ഇതാണ് എക്സ്ക്ലൂഷൻ. ദെൻ വാല്യൂ സപ്ലൈ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്റ്റ് ഓർ റിലേറ്റഡ് പേഴ്സൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വാല്യൂ സപ്ലൈ ഒരു റിലേറ്റഡ് പേഴ്സണും ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് വാല്യൂ സപ്ലൈ? അവിടെ എന്താണ്? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, സിമിലർ കൈൻഡ് ആൻഡ് ക്വാളിറ്റി. ഓക്കെ, അതായത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമിലർ കൈൻഡ് ആൻഡ് ക്വാളിറ്റി. ഈ സെയിം പ്രൊഡക്റ്റിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ ആ വാല്യൂ ആണ് എന്ത്? വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ആൻഡ് ക്വാളിറ്റി, അതേ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ. ഓക്കെ, അത് തന്നെയാണ് ഈ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്താണോ ആ വാല്യൂ. അതല്ലെങ്കിൽ സിമിലർ കൈൻഡ് ആൻഡ് ക്വാളിറ്റി, ഇതുപോലത്തെ കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിൻ്റെ നാട്ടിലുള്ള വാല്യൂ എത്രയാണ് ആ വാല്യൂ. അപ്പോൾ ഇതെടുക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 110% ഓഫ് കോസ്റ്റ് എടുക്കാം. അതായത് നമുക്ക് വാല്യൂ സപ്ലൈ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. അതായത് ഡിസ്റ്റിങ് പേഴ്സണോ റിലേറ്റഡ് പേഴ്സൺ ആണ് വിൽക്കുന്നതെങ്കിൽ വാല്യൂ സപ്ലൈ നിർണ്ണയിക്കേണ്ടത് എങ്ങനെയാണ്? ഒന്നുകിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ആൻഡ് ക്വാളിറ്റി എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് വന്ന ചെലവ് പ്ലസ് 10% പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തൊരു വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് റൂൾ നമ്പർ 30 പറയുന്നതാണ്. ഇത് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി ഈ പറഞ്ഞ 3 മെത്തേഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വാല്യൂ സപ്ലൈ നിർണ്ണയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഫോർത്ത് മെത്തേഡ് ഈസ് റെസിജ്വൽ മെത്തേഡ് അണ്ടർ സെക്ഷൻ 15. സെക്ഷൻ 15 പഠിച്ചിരിക്കുക. റീസണബിൾ വാല്യൂ ആയിട്ട് നമുക്കൊരു വാല്യൂ കൺസിഡർ ചെയ്യാം. അതെന്താണ്? റൂൾ നമ്പർ 31 പറയുന്നത്. ഓക്കെ, അപ്പോൾ വാല്യൂ സപ്ലൈ നിർണ്ണയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന അതേ പ്രൊഡക്റ്റിൻ്റെ അതേ വാല്യൂ നാട്ടിൽ എന്താണോ അതെടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് വന്ന ചിലവ് പ്ലസ് 10% കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്ത്, ഇപ്പോൾ നമുക്ക് വന്ന ചിലവ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ 1000 രൂപയുടെ 10% എത്രയാണ്? 1000 രൂപയുടെ 10% എന്ന് പറയുമ്പോഴത്തേക്കും 100 രൂപ, അതായത് 110%. അപ്പോൾ എത്രയും നമുക്ക് 1100 രൂപ വാല്യൂ സപ്ലൈ ആയിട്ട് ഇടാം. ഇത് റൂൾ നമ്പർ 30. ഓക്കെ, അതല്ലെങ്കിൽ റെസിജ്വൽ മെത്തേഡ്. റെസിജ്വൽ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസണബിൾ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ സപ്ലൈ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. സോ ഇതാണ് വാല്യൂ സപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന 4 മെത്തേഡുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ അടുത്താണ് എയർ ട്രാവൽ ഏജൻറ്റ്. എന്താണ് എയർ ട്രാവൽ ഏജൻറ്റ്? ഡൊമസ്റ്റിക് ബുക്കിംഗ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ അവിടെ എയർ ട്രാവൽ ഏജൻറ്റാണ്. ഏജൻസിക്കാർ നമുക്ക് എന്ത് ചെയ്യും? ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരും. അതിൻ്റെ വാല്യൂ സപ്ലൈ നിർണ്ണയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സിമ്പിളാണ്. ഒന്ന് വാല്യൂ സപ്ലൈ അവർക്ക് അറിയാമെങ്കിൽ, അതായത് ആ ഏജൻറ്റിനെ അറിയാമെങ്കിൽ വാല്യൂ സപ്ലൈ ഇത്രയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് അറിയാമെങ്കിൽ അത് കുഴപ്പമില്ല. ഓക്കെ, ഇനി അതല്ല അവിടെ വാല്യൂ സപ്ലൈ നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ബുക്കിംഗ് പ്ലസ് ബേസിക് ഫെയർ പ്ലസ് 5% ആഡ് ചെയ്യാം. ഓക്കെ, ഇന്റർനാഷണൽ ആണെങ്കിൽ ബേസിക് ഫെയർ പ്ലസ് 10% എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആഡ് ചെയ്യാം. അതാണ് വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, എയർ ട്രാവൽ ഏജന്റിനെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് ആണെങ്കിൽ 5% ആണ് കോസ്റ്റ് പ്ലസ് 5% ആണ് ആഡ് ചെയ്യേണ്ടത്. ഇന്റർനാഷണൽ ആണെങ്കിൽ ആ ബേസിക് ഫെയർ അഥവാ കോസ്റ്റ് പ്ലസ് 10% ആണ് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ എന്താണ്? നോർമൽ സ്കീമുകളിലാണെങ്കിൽ ഗ്രോസ് ഇൻഷുറൻസ് പ്രീമിയം മൈനസ് എമൗണ്ട് അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഈ ഇൻഷുറൻസ് സ്കീം എടുക്കുമ്പോൾ, ലൈഫ് ഇൻഷുറൻസ് സ്കീം എടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും? ഗ്രോസ് ഇൻഷുറൻസ് പ്രീമിയം മൈനസ് എമൗണ്ട് അലോക്കേറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഈ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടി മിക്സ് ചെയ്ത് ചിലപ്പോൾ ഇൻഷുറൻസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വർഷാവർഷം കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 10,000 രൂപയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 4,000 രൂപ ചിലപ്പോൾ എന്തായിരിക്കാം? നമ്മളുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോ മറ്റോ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കാം. എന്ത്? ആ
പ്രീമിയത്തിലെ എമൗണ്ട് എന്ന് പറയുന്നത്. ബാക്കി 6,000 റുപ്പീസ് എന്തായിരിക്കാം, അത് നമ്മളുടെ ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 20 വർഷത്തേട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് സ്കീം എടുത്തേക്കെന്ന് വിചാരിക്കും. ആ 20 വർഷത്തേട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ആയിരിക്കാം ഒരു 6,000 രൂപ നമ്മളുടെ അടുത്ത് മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് മേലൊന്നും ഉണ്ടാവില്ല, GST ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ സിംഗിൾ പ്രീമിയം ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള അതർ കേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വർഷത്തേക്ക് കൊടുക്കുന്ന വോൾ പ്രീമിയം എമൗണ്ടിൽ യഥാർത്ഥത്തിൽ അവിടെ സർവീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം 10% ആയിരിക്കാം. ഓക്കെ, ബാക്കി ചിലപ്പോൾ 90% എന്തായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ ലൈഫ് ഇൻഷുറൻസിലേക്ക് ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 1,000 രൂപയായിരിക്കാം ആ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന എന്താണ് നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അങ്ങനെയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത് ഒരു 10% ആയിരിക്കാം. ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 90% എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നമ്മുടെ 25 വർഷത്തേട്ടോ അല്ലെങ്കിൽ 30 വർഷത്തേട്ടുള്ള ഒരു സെറ്റിൽമെൻ്റ് ആയിരിക്കും. ഈ 30 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വോൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് കിട്ടുന്ന ഒരു പരിപാടിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ആക്ച്വലി സർവീസ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ, 10% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് എന്താ, നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, സോ ഹിയർ സിംഗിൾ പ്രീമിയം ആണ്, നിങ്ങളൊരു സിംഗിൾ പ്രീമിയം ആണ് ലൈഫ് ഇൻഷുറൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, സിംഗിൾ പ്രീമിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രീമിയം മാത്രം, ഒറ്റ തവണ ഉള്ള പ്രീമിയമാണ് വരുന്നതെങ്കിൽ അതിൽ 10% മാത്രമാണിത് പ്രീമിയം എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ്. ബാക്കി 90% എന്തായിരിക്കും, നമ്മളെ സംബന്ധിച്ച് എമൗണ്ട് അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് മേലെ എന്ത് വരില്ല, GST വരില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 10,000 രൂപയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്താൽ 10,000 രൂപ മേലല്ല GST വരുന്നത്, അതിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തുക കഴിച്ചിട്ടുള്ള ബാലൻസ് കുറച്ച് എമൗണ്ട് ഉണ്ടാവും, ആ എമൗണ്ട് മേലാണ് എന്ത് വരിക, GST വരുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ബാക്കിയുള്ളത് എന്താണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്തല്ല, സർവീസ് അല്ല. ഓക്കെ, ദെൻ അതർ കേസ്, മറ്റുള്ള ഏതെങ്കിലും കേസാണ്, സിംഗിൾ പ്രീമിയം അല്ലാതെ മറ്റുള്ള ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് സ്കീമാണെങ്കിൽ 25% ഇൻ ദ ഫസ്റ്റ് ഇയർ ആൻഡ് 12% ഇൻ ദ സബ്സിക്വൻറ്റ് ഇയർ. ആദ്യ വർഷത്തിൽ 25% ആയിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ. അതായത് നിങ്ങൾ 10,000 രൂപ അടയ്ക്കുകയാണെങ്കിൽ 2,500 വാല്യൂ ഓഫ് സപ്ലൈ, 7,500 എന്തായിരിക്കും ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പരിഗണിക്കും. ഓക്കെ, നമ്മൾ 2,500 രൂപ മേലുള്ള എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. ദെൻ സബ്സിക്വൻറ്റ് ഇയറിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ 12.5% സബ്സിക്വൻറ്റ് ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ 10,000 രൂപ നമ്മൾ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ 1,250 രൂപയാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട്. ഓക്കെ, അതായത് സർവീസ് എമൗണ്ട്. ആ 1,250 രൂപയുടെ GST നമ്മൾ എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. ബാക്കിയുള്ള എമൗണ്ട് 8,750 രൂപയുടെ GST നമ്മൾ എന്ത് ചെയ്യേണ്ട, അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, 25% ഓഫ് വാല്യൂ ആൻഡ് 12.5% ഓഫ് വാല്യൂ എന്നുള്ളതാണ് അർത്ഥം. സിംഗിൾ പ്രീമിയം ആണെങ്കിൽ 10% ആണ്. ഓക്കെ, സോ ഇതാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസ്. ഓക്കെ, ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ്, ചിലപ്പോൾ ഇതൊന്നും ചോദിക്കണം നിർബന്ധമില്ല. എനിവേ ഇത് ഈ ഒരു സ്കീം അറിഞ്ഞിരിക്കുക, ലൈഫ് ഇൻഷുറൻസിൽ ഏതായാലും വോൾ എമൗണ്ട് മേലെ എന്ത് വരില്ല, GST വരില്ല. സോ നെക്സ്റ്റ് അടുത്തതാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണെങ്കിൽ എന്താണ്, GST there is a concept of margin scheme under which the registered person is allowed to pay GST only margin profit portion. Similarly, if there is loss, then no GST is payable. നമ്മൾ നോർമലി സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ലോസിനാണ് നമ്മൾ വിൽക്കുക. സോ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവില്ല, GST ഉണ്ടാവില്ല. പക്ഷേ അതേസമയം സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിൽക്കുന്നത് മേലെ എന്തെങ്കിലും പ്രോഫിറ്റ് എറൈസ് ചെയ്യുന്നുണ്ട്, ഒരു മാർജിൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, GST ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ചില ആളുകൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, മേടിച്ചിട്ട് മറിച്ച് വിൽക്കാറുണ്ട്. അങ്ങനെയുള്ള ഏജൻസികളുണ്ട് അല്ലേ, ചില സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന ആളുകളുണ്ട്. സോ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ എന്ത് കിട്ടി, അവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മാർജിൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് മാർജിൻ മേലെ എന്ത് ചെയ്യേണ്ടി വരും, GST അടയ്ക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കാറ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു 2 ലക്ഷം രൂപക്കോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപക്കോ മേടിച്ചു. ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷനിൽ എന്താണ്, ലോസാണ് ഉണ്ടാവുന്നത്. ഓക്കെ, വിൽക്കുന്ന വ്യക്തിക്ക് ലോസാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ആ 3 lakh rupees പ്ലസ് ഒരു 50,000 പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് മറിച്ച് വെക്കുകയാണെങ്കിൽ അവിടെ എന്ത് കിട്ടി, മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, ടാക്സ് വരും. GST included ആണ്. So GST there is a concept of margin scheme under which the registered person is allowed to pay GST on only margin or profit portion. ആ മാർജിൻ അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് മേലുള്ള ടാക്സ് എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റേക്ക് അടച്ചാൽ മതി. അല്ലാതെ ആ വോൾ എമൗണ്ട് മേലെ അടയ്ക്കേണ്ട. അതായത് 3,50,000
3 ലക്ഷം രൂപക്ക് മേടിച്ചു, 50,000 രൂപയാണ് പ്രോഫിറ്റ് ആഡ് ചെയ്തത്. ആ 50,000 രൂപയുടെ പ്രോഫിറ്റ് മാത്രം എന്ത് ചെയ്താൽ മതി? ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി, അല്ലാതെ 3 ലക്ഷത്തിൻ്റെ അടയ്ക്കേണ്ട. കാരണം എന്തുകൊണ്ടാണ്? ഓൾറെഡി ഈ ഫോർ എക്സാമ്പിൾ ഒരു കാറ് ഞാൻ മേടിച്ചു, ഞാനതൊരു 10 ലക്ഷം രൂപക്ക് മേടിച്ച കാറാണ്. ആ 10 ലക്ഷം രൂപക്ക് മേടിച്ച കാറുമേൽ ഞാൻ എന്ത് ചെയ്ത് അടച്ചിട്ടുണ്ട്? GST അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കാറുമേലുള്ള GST അവർക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇത് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ആ കാറ് ഒരു 3 ലക്ഷം രൂപക്ക് എന്ത് ചെയ്യുന്നു? ഒരു കമ്പനിക്ക് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ട്രൂ വാല്യൂ എന്ന് പറയുന്ന ഒരു കാറ് സെയിൽ ചെയ്യുന്ന ടീമിന് ഞാൻ കൊടുക്കുകയാണ്. 3 ലക്ഷം രൂപക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. ഞാൻ പിന്നെ രജിസ്റ്റർഡ് ഡീലറാണോ? അല്ല. ഇത് മേടിച്ച വ്യക്തി രജിസ്റ്റർഡ് ഡീലറാണ്, ട്രൂ വാല്യൂ രജിസ്റ്റർഡ് ഡീലറാണ്. ട്രൂ വാല്യൂ ഒരു അൺരജിസ്റ്റർഡ് ഡീലറായിട്ടുള്ള എൻ്റെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ എന്തടയ്ക്കണം? റിവേഴ്സ് ചാർജ് ആയിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ റിവേഴ്സ് ചാർജ് വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഒരു പ്രോഫിറ്റ് മാർജിൻ ഇല്ല. ഓക്കെ, പ്രോഫിറ്റ് മാർജിൻ ഇല്ലാത്തത് കൊണ്ട് ട്രൂ വാല്യൂ ടാക്സ് അടയ്ക്കണ്ട. അതേസമയം ട്രൂ വാല്യൂ എന്ത് ചെയ്യാനാണ്? 3 ലക്ഷം രൂപക്ക് മേടിച്ച പ്രൊഡക്റ്റ് മറ്റൊരാൾക്കൊരു 3.5 ലക്ഷം രൂപക്ക് വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട വരും? അവിടെ ടാക്സ് വരും. അപ്പോൾ വീണ്ടും 3.5 ലക്ഷം രൂപയിൽ ടാക്സ് അടയ്ക്കേണ്ട വരുമോ? വരില്ല. കാരണം എന്തുകൊണ്ടാണ്? ഓൾറെഡി ഈ കാറുമേൽ എന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് അടച്ചിട്ടുണ്ട്. അവിടെ മാർജിനായിട്ട് കയറ്റുന്നത് എത്രയാണ്? 50,000 ആണ്. ആ 50,000 മേലുള്ള ടാക്സ് എന്ത് ചെയ്താൽ മതി? ട്രൂ വാല്യൂ ആ സപ്ലയറിൻ്റെ അടുത്ത്, ആ ബയ്യറിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. ഇതാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ കേസിൽ വരാം. ഓക്കെ, മിക്ക ആളുകളും അതിൻ്റെ വാല്യൂ കുറച്ചൊക്കെയാണ് കാണിക്കാറുള്ളത്. ആക്ച്വൽ പ്രൈസിനേക്കാളും കുറച്ചൊക്കെ കാണിച്ചിട്ട് GST അടയ്ക്കാറില്ല. അങ്ങനെയുള്ള ചില തട്ടിപ്പുകൾ നടക്കാറുണ്ട്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൽ നോർമലി GST എന്ത് ചെയ്യാറില്ല, അടയ്ക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾ അടയ്ക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ദെൻ വാല്യൂ ഓഫ് സപ്ലൈ ഇൻക്ലൂസീവ് ഓഫ് GST. വാല്യൂ ഓഫ് സപ്ലൈ ഇൻക്ലൂസീവ് ഓഫ് GST, അതായത് എങ്ങനെയാണ് ഇൻക്ലൂസീവ് ഓഫ് GSTയുടെ സമയത്ത് നമ്മൾ വാല്യൂ സപ്ലൈ നിർണ്ണയിക്കുന്നത്? ദാറ്റ് ഈസ് ടാക്സ് എമൗണ്ട്, വാല്യൂ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഇൻറ്റു ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ടാക്സ് റേറ്റ്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ 2,800 രൂപ അറ്റ് ദ റേറ്റ് ഓഫ് 12% ഓഫ് GST. അതായത് 2,800 രൂപയാണ് നിങ്ങൾ അടച്ചത്. ടാക്സ് ഇൻക്ലൂഡഡ് ആയിരുന്നു, 12% ടാക്സ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിലെ ടാക്സ് എമൗണ്ട് എത്രയാണ്, അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണെന്ന് നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വാല്യൂ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഇൻറ്റു ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ടാക്സ് റേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ടാക്സ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 2,800 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 12%. ദാറ്റ് ഈസ് 112% ചെയ്യുമ്പോൾ 33,600 ഡിവൈഡ് ബൈ 112 കിട്ടും. ദാറ്റ് ഈസ് 300. അപ്പോൾ ടാക്സ് എമൗണ്ട് എത്രയാണ്? 300. വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണ്? 2,800 മൈനസ് 300 എത്രയാണ്? 2,500. 2,500 ആണ് അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിനി അടുത്തത് MCQ സെഷനിലേക്ക് പോവാം. First question, what does the value of supply generally mean under GST? What does the value of supply generally mean under GST? എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ? ദ പ്രൈസ് ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസ് ആണെന്ന് പറയുന്നു. ദ കൺസിഡറേഷൻ ചാർജ്ഡ് ഫോർ ദ സപ്ലൈ ഫ്രം ദ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന കൺസിഡറേഷൻ ആണെന്ന് പറയുന്നു. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദ പ്രോഫിറ്റ് മാർജിൻ. ഏതാണ്? കൺസിഡറേഷൻ ആണ്. സോ ദ ആൻസർ ഈസ് ബി. ദ പ്രൈസ്, ദ കൺസിഡറേഷൻ ചാർജ്ഡ് ഫോർ ദ സപ്ലൈ ഫ്രം ദ റെസിപ്പിയൻ്റ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST ഇറ്റ് സെൽഫ്, ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ സപ്ലൈ, എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ് ആൻഡ് ചാർജസ് ലെബീഡ് അണ്ടർ എനി ആക്ട് എക്സെപ്റ്റ് GST, ഗവൺമെൻറ് സബ്സിഡി. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ വാല്യൂ ഓഫ് സപ്ലൈ? വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ്? GST ഇറ്റ് സെൽഫ്, ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ സപ്ലൈ, എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, ഫീ ആൻഡ് ചാർജസ് ലെബീഡ് അണ്ടർ എനി ആക്ട് എക്സെപ്റ്റ് GST, ഗവൺമെൻറ് സബ്സിഡി. ഗവൺമെൻറ് സബ്സിഡി ഏതായാലും ഏതിൽ ഇൻക്ലൂഡഡ് അല്ല? വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡഡ് അല്ല. GST ഇൻക്ലൂഡഡ് ആണോ? അതും ഇൻക്ലൂഡഡ് അല്ല. ഡിസ്കൗണ്ട് ഇൻക്ലൂഡഡ് ആണോ? അതുമല്ല. പിന്നെ എന്താ ഇൻക്ലൂഡഡ്? എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ്, ചാർജസ് ലെബീഡ് അണ്ടർ എനി ആക്ട് എക്സെപ്റ്റ് GST ഒഴികെ ബാക്കി എന്തൊക്കെ ചാർജുകളുണ്ടോ അതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ദ ആൻസർ ഈസ് സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അണ്ടർ GST വെൻ ആർ സപ്ലയർ ആൻഡ് റെസിപ്പിയൻ കൺസിഡർഡ് റിലേറ്റഡ്? ഏത് സാഹചര്യത്തിലാണ് ഈ റെസിപ്പിയൻറ്റും സപ്ലയറും റിലേറ്റഡ് ആണെന്ന് പറയുന്നത്? വെൻ ദേ ആർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി.
അവർ എന്താണ് ഒരു സെയിം ഫാമിലി മെമ്പർ ആവുക എന്ന് പറയുന്നതാണ്. വെൻ ആർ സപ്ലയർ ആൻഡ് റെസിപ്പിയൻ്റ് ആർ കൺസിഡർ റിലേറ്റഡ്. ഓക്കെ, സോ സെയിം ഫാമിലി മെമ്പർ ആയിട്ട് വരണാണെങ്കിൽ അവരെ റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയാം. അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെൻ ദേ ആർ കോമ്പറ്റീറ്റർ ആണ് റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. വെൻ ദേ ഹാവ് ലോങ് ടൈം കോൺട്രാക്ട് അങ്ങനെ പറയാൻ പറ്റും, ഇല്ല. കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞാലും പറ്റില്ല. വെൻ ദേ ഷെയർ എ കസ്റ്റമർ ബേസ്, ഓക്കെ, അതുമല്ല. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? എ ആണ് റൈറ്റ് ആൻസർ. വെൻ ദേ ആർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST? വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GSTയിൽ ഏതാണ് എക്സ്ക്ലൂഡഡ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതായത് വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത്, ദാറ്റ് ഇസ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, പാക്കിംഗ് ചാർജ് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ഓഫ് സപ്ലൈയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. സോ അതെന്താണ്? ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ത്രൂ ഇൻവോയ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് കൊടുത്തു ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. ബിഫോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കൊടുക്കുന്ന ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, ഈ രണ്ട് ഡിസ്കൗണ്ട് നമുക്ക് വാല്യൂ സപ്ലൈയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇതെന്താണ്? എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, കമ്മീഷൻ ഓൺ സെയിൽ മേലെ നമ്മൾ എന്ത് ചെയ്തു? കമ്മീഷൻ മേടിച്ചു. സോ അതെന്താണ്? ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, വാല്യൂ സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആണ്. ടാക്സ് മേടിക്കാം. പെനാൽറ്റി ഫോർ ഡിലേഡ് പേയ്മെൻ്റ് ഉള്ള പെനാൽറ്റി അതെന്താണ്? ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, വൈകി പൈസ നമുക്ക് തന്നു, അപ്പോൾ പെനാൽറ്റി ആയിട്ട് പൈസ മേടിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? വാല്യൂ സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആണ്. ഏത് മാത്രമാണ് ഇൻക്ലൂഡഡ് അല്ലാത്തത്? ഡിസ്കൗണ്ട് എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ബി ആണ്. ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ത്രൂ ഇൻവോയ്സ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ വാല്യൂ ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ഇറ്റ് മീൻ ഫോർ ദ പ്രൈസ് ടു ബി സോൾ കൺസിഡറേഷൻ ഇൻ ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് സപ്ലൈ? വാട്ട് ഡസ് ഇറ്റ് മീൻ ഫോർ ദ പ്രൈസ് ടു ബി ദ സോൾ കൺസിഡറേഷൻ? എന്താണ് ഈ സോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ ഫോർ ദ പ്രൈസ് ടു ബി സോൾ കൺസിഡറേഷൻ ഇൻ ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് സപ്ലൈ? പ്രൈസ് മസ്റ്റ് ബി ഹയർ ദാൻ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂവിനേക്കായ ഹയർ ആവണം പ്രൈസ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു നിയമം നമ്മൾ പഠിച്ചിട്ടില്ല. പ്രൈസ് മസ്റ്റ് ബി ഇൻക്ലൂഡ് ഓൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ്. അതായത് എല്ലാ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്ത് ചെയ്യണം? ഇൻക്ലൂഡഡ് ആവണം എന്ന് പറയുന്നു. ദെൻ അടുത്ത് പറയുന്നു പ്രൈസ് മസ്റ്റ് ബി ഇക്വലന്റ് ടു ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഫെയർ മാർക്കറ്റ് വാല്യൂനും ഓപ്പൺ മാർക്കറ്റ് വാല്യൂനും ഇക്വലന്റ് ആവണം എന്ന് പറയുന്നു. പ്രൈസ് മസ്റ്റ് ബി ദി നെഗോഷിയേറ്റഡ് ബിറ്റ്വീൻ അൺറിലേറ്റഡ് പാർട്ടീസ്. അതാണോ? അതുമല്ല. ഓക്കെ, ഏതാണ് ആൻസർ? സി ആണ്. പ്രൈസ് മസ്റ്റ് ബി ഇക്വലന്റ് ടു ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ. ആ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ മാർക്കറ്റ് വാല്യൂവിനും ഫെയർ മാർക്കറ്റ് വാല്യൂവിനും എന്തായിരിക്കണം? ഇക്വലൻ്റ് ആയിരിക്കണം. ഇതാണ് എന്ത് പറയുന്നത് ഇവിടെ? പ്രൈസ് ടു ബി ദ സോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതാണ്, which type of subsidies are included in the value of supply under GST? Which type of subsidies are included in the value of supply? ഏതൊക്കെ സബ്സിഡീസ് ആണ് ഇൻക്ലൂഡഡ്? ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് സബ്സിഡീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ ഓഫ് സപ്ലൈ? എക്സ്ക്ലൂഡഡ് അല്ല, ഇൻക്ലൂഡഡ് ആണ്. ഓൾ സബ്സിഡി, എല്ലാ സബ്സിഡി ഇൻക്ലൂഡഡ് ആവോ? ആവില്ല. ഓൺലി ദ സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡി ലിങ്ക്ഡ് ടു സപ്ലൈ എക്സെപ്റ്റ് ഗവൺമെൻറ് സബ്സിഡി, ഓൺലി സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക ഏത് സബ്സിഡിയാണ്, വിച്ച് ടൈപ്പ് ഓഫ് സബ്സിഡി ആർ ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ ഓഫ് സപ്ലൈ? വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ്സിഡി ഏതാണെന്നുള്ളതാണ്. ഓൺലി സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡി ലിങ്ക്ഡ് ടു സപ്ലൈ എക്സെപ്റ്റ് ഗവൺമെൻറ് സബ്സിഡി ഒഴികെയുള്ള ബാക്കിയുള്ള സബ്സിഡീസ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡി. ഓക്കെ, ഏതാണ് റൈറ്റ് ആൻസർ? സി ആണ് റൈറ്റ് ആൻസർ. സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡിയും സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡിയും അതെന്താണ്? ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. വാല്യൂ സപ്ലൈയിൽ എക്സ്ക്ലൂഡഡ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? സബ്സിഡി ലിങ്ക്ഡ് ടു സപ്ലൈ എക്സെപ്റ്റ് ഗവൺമെൻറ് സബ്സിഡി. അപ്പോൾ ഇവിടെ എക്സെപ്റ്റ് ഗവൺമെൻറ് സബ്സിഡി എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഗവൺമെൻറ് ഇൻക്ലൂഡഡ് ആണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ സബ്സിഡി ലിങ്ക്ഡ് ടു സപ്ലൈ എക്സെപ്റ്റ് ഗവൺമെൻറ് സബ്സിഡിയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പനി എക്സ് സപ്ലൈസ് ഗുഡ്സ് ടു കമ്പനി വൈ. കമ്പനി എക്സ് എന്ത് ചെയ്തു? കമ്പനി വൈക്ക് 5000 രൂപക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റു. ഓക്കെ, അപ്പോൾ സെല്ലർ ആരാണ്? എക്സ് ആണ്. കമ്പനി വൈ ആരാണ്? ബയ്യർ ആണ്. ഓക്കെ, കമ്പനി വൈ ഓൾസോ പേ 2000 ഫോർ പാക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 200 രൂപ കൂടി കൊടുത്തു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സപ്ലൈ? അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണ്? 5000 ആണോ, 5200 ആണോ, 4800 ആണോ, 500 ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? ആൻസർ ഇസ് ബി, 5200 ആണ്. വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ആ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പ്ലസ് പാക്കിംഗ് ചാർജ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ആൻസർ വിൽ ബി ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ.
അടുത്തത് മിസ്റ്റർ സി സപ്ലൈസ് സർവീസസ് ടു മിസ്റ്റർ ഡി. സി എന്ത് ചെയ്തു? ഡിക്ക് ഗുഡ്സ് വിറ്റു ഫോർ ₹3,000, 3000 രൂപക്കാണ് ഗുഡ്സ് വിറ്റത്. മിസ്റ്റർ ഡി ഓൾസോ ഇൻകേഴ്സ് ₹500 ഫോർ അഡീഷണൽ സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ സി വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ പ്രൈസ്. പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായില്ല. അപ്പോൾ മിസ്റ്റർ സി മിസ്റ്റർ ഡിക്ക് 3000 രൂപയാണ് എന്ത് ചെയ്തത്? 3000 രൂപക്കാണ് വിറ്റത്. മിസ്റ്റർ ഡി 3000 രൂപ സിക്ക് കൊടുക്കുന്നു. മിസ്റ്റർ ഡി ഓൾസോ ഇൻകേഴ്സ് 500 ഫോർ അഡീഷണൽ സർവീസ് ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ സി. മിസ്റ്റർ സിക്ക് എന്ത് ചെയ്തു? ഒരു 500 രൂപ എക്സ്ട്രാ കൊടുത്തു, സർവീസിന് കൊടുത്തു. വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ പ്രൈസ്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് സപ്ലൈ? വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണ്? 3000 ആണോ, 3500 ആണോ, 2500 ആണോ, ₹500 ആണോ? ഏതാണ് ആൻസർ? ആൻസർ ഇസ് ബി, 3500. കാരണം സിക്ക് എത്രയും കൂടി കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ഒരു അഡീഷണൽ സർവീസിന് വേണ്ടിയിട്ട് 500 രൂപ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷനായിട്ട് എത്ര കൊടുത്ത്? ആ ഗുഡ്സ് വിറ്റു, ആ ഗുഡ്സ് കയറ്റി തന്നതിലോ അല്ലെങ്കിൽ അതിനകത്ത് പാരിതോഷികമായിട്ട് ഒരു 500 രൂപ സർവീസും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്? 3500 ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 ഉണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2. ഓക്കെ, Statement 1, value of supply under GST includes any incidental expenses related to the sale. Value of supplyയിൽ എന്താ ഇൻക്ലൂഡഡ് ആണ്? എനി ഇൻസിഡൻ്റൽ എക്സ്പെൻസ്, എല്ലാ തരത്തിലുള്ള ഇൻസിഡൻ്റൽ എക്സ്പെൻസസും എന്താണ്? ഇൻക്ലൂഡഡ് ആണ് എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 2, വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST എക്സ്ക്ലൂഡ് എനി ഇൻട്രസ്റ്റ് ഫോർ ഡിലേഡ് പേയ്മെൻറ്റ്. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്താണ്? GST വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST എക്സ്ക്ലൂഡ് എനി ഇൻട്രസ്റ്റ് ഫോർ ഡിലേഡ് പേയ്മെൻറ്റ്. ഡിലേഡ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ്? എക്സ്ക്ലൂഡഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, അത് ശരിയാണോ? ഓക്കെ, ആൻസർ ഏതാണ്? എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ഫോൾസ് ആണ്. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഡിലേഡ് പേയ്മെൻറ്റ് അത് എന്തായാലും എക്സ്ക്ലൂഡഡ് അല്ല, ഇൻക്ലൂഡഡ് ആണ്. GST എമൗണ്ട് മാത്രമാണ് എന്ത്? എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളൂ. സോ അത് ഓർത്തിരിക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്. സോ എനിവേ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? വാല്യൂ ഓഫ് സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സോ ഇതോട് കൂടിയിട്ട് നമ്മളുടെ GSTയിലെ സപ്ലൈ എന്ന് പറയുന്ന ഒരു പോർഷൻ തീരാണ്. സപ്ലൈയിൽ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ പഠിച്ചു, ടൈം ഓഫ് സപ്ലൈ പഠിച്ചു, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ പഠിച്ചു. സോ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.